ഹേയ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു പിൽസ്ബറിയുടെ കുക്കർ കേക്ക് മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, എന്തൊക്കെ ആവശ്യ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വേണം, അത് ഒക്കെ പുറകെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഈ ഒരു സംഭവം അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ട സംഗതികളെന്ന് പറയുന്നത് പാലും വെജിറ്റബിൾ ഓയിലുമാണ്. അപ്പോൾ അത് എത്ര അളവിൽ വേണം എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ടോട്ടൽ 159 ഗ്രാമാണ് കുക്കർ കേക്ക് മിക്സ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് 120 ml മിൽക്കാണ് ഇവർ വേണമെന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് വെജിറ്റബിൾ ഓയിലാണ്, അതും 2.5 ടേബിൾ സ്പൂൺ, അതായത് 30 ml ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഇത്രയും സംഗതികളാണ് നമുക്ക് വേണ്ടത്. ഇനി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനൊക്കെ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതി പറഞ്ഞുതരാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ പറഞ്ഞ പോലെ 159 ഗ്രാമാണ് ഈ ഒരു കുക്കർ കേക്ക് മിക്സ് വരുന്നത്, മിക്സ് പൗഡർ. അപ്പം ഇതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ സ്പ്രിങ്കിൾ ഷുഗർ, അത് നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് അത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമും ഇതുമൊക്കെ വേണം. അതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഈ ഒരു സ്പ്രിങ്കിൾ ഷുഗർ ഇടുന്നത്. അപ്പം ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിൽ മാത്രം ഇത് നമുക്ക് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പം ആ ഒരു സംഗതി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലാണ് ഇരിക്കുന്നത്. പല ടൈപ്പ് നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിലത്തെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത്. വിപ്പിംഗ് ക്രീം ഒന്നും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല. ഈ രണ്ട് സംഗതികളാണ് ഉള്ളത് ഇതിൽ. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു പൗഡർ നമ്മൾ ഇതിലേക്ക് ബൗളിലേക്ക് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 120 ml മിൽക്കാണ്. അപ്പോൾ അത് നമ്മൾ ആ പാക്കറ്റിൽ തന്നെ എടുക്കണം. അതായത് അവർ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്, അതിൽ അളവ് അവർ കൊടുത്തിട്ടുണ്ട്, മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട് 120 ml എന്നുള്ളത്. അപ്പം അത് നമ്മൾ എടുക്കുക, മിൽക്ക് അത്രയോ എടുത്തിട്ട് നമ്മൾ ആ ഒരു പൗഡറിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുവാണേ. ഒറ്റയടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയല്ല, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യുവാണ്. ആ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പരുവത്തിലേക്ക് നമ്മളാക്കിയെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ, അതും 2.5 ടേബിൾ സ്പൂൺ ആണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതും കൂടെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ബട്ടർ പേപ്പർ നമ്മളിട്ട് കൊടുക്കുവാണ്. അപ്പോൾ അത് നമ്മൾ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ആ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടും നമ്മളിനി ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ ഓയിലൊക്കെ തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ഈ മാവ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഇനി അവർ പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ അവർ പറഞ്ഞേക്കുന്നത് 3 ലിറ്റർ കപ്പാസിറ്റി കുക്കറാണ്. നമ്മുടെ കയ്യിൽ 5 ലിറ്ററിൻ്റെ ഉള്ളതുകൊണ്ട് അതാണ് എടുത്തത്. അപ്പം ഇതിലേക്ക് പിന്നെ അവർ പറയുന്നത് 5 സെൻറ്റിമീറ്റർ ഹൈയിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ 5 സെൻറ്റിമീറ്റർ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെറിയൊരു പാത്രം നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കേക്ക് വെച്ചേക്കുന്ന പാത്രം നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ, കേക്ക് മിക്സ്. അപ്പം അതിനി 30-35 മിനിറ്റ് വരെയാണ് നമ്മൾക്ക് കുക്ക് ചെയ്യേണ്ടത്. അതായത് ശരിക്കും പറഞ്ഞാൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു കേക്ക് എന്ന് വേണം പറയാം. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പം അതിൽ പറഞ്ഞേക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പം 35 മിനിറ്റ്സ് കഴിഞ്ഞ് എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ലാസ്റ്റിൽ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ തിക്നെസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കനത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം പൗഡറൊക്കെ ഉള്ളവരാണ് അത് മിക്സ് ചെയ്ത് വിപ്പിംഗ് ക്രീം നമുക്ക് മുകളിൽ ആക്കിയിട്ട് ഈ പറഞ്ഞ പോലെ സ്പ്രിങ്കിൾ ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം, അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളതൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ എടുക്കുകയാണ്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് മധുരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ എക്സ്ട്രാ അങ്ങനെ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ആവശ്യത്തിന് മധുരമൊക്കെയുള്ള നല്ല കേക്കായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു.
അപ്പം ഇത് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് പിൽസ്ബറിയുടെ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ മേടിച്ചപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ സംഗതി കൊള്ളാമെന്ന് തോന്നിയപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം വേണമെന്നുള്ളവർ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.